അളിയനും കൂടെ മാക്ക് ദോശകളും മറ്റും ചുട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. രണ്ട് അളിയന്മാര് നടത്തുന്ന പൊളപ്പം തട്ടുകടയാണ് ഇത്. കടകളും മറ്റും ചെറുതാണെങ്കിലും വൃത്തിയിൽ ഇവര് ഒന്നാമതാണ്. എന്തിനേറെ പറയുന്നു, തിരുവനന്തപുരം മേയറിന്റെ നിർദ്ദേശങ്ങൾ പോലും പാലിച്ചുകൊണ്ടാണ് ഈ കട ഇവര് നടത്തിക്കൊണ്ടു പോകുന്നത്. നല്ല രീതിയിൽ ഈ മേഖലയിൽ ബിസിനസ്സുകളും മറ്റും ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവര്. എരണം കെട്ടൊരു കൊറോണ വന്ന് എല്ലാം തകർന്നു. ഇവരിങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നതിന്റെ മെയിൻ കാരണം ഇവരുടെ ഉമ്മയാണ്. കാരണം ഇതിലെ പ്രധാന ഐറ്റംസ് എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നത് ഇവരുടെ ഉമ്മയാണ്. വാപ്പ വീട്ടിൽ കഴിക്കാനുണ്ടാക്കിയ സ്നാക്സ് അണ്ണ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അത് കണ്ടിട്ട് സ്നാക്സിന് ഓർഡർ കിട്ടിയത് തൊട്ടാണ് ഇവരുടെ ഭക്ഷണ പരിപാടികളും മറ്റും തുടങ്ങിയത്. ഇപ്പൊ ഇവര് ദോശകളും മറ്റും കൊടുത്തോണ്ടിരിക്കണമെങ്കിലും ഗ്രാഫിക്സ് ഡിസൈൻ പോലുള്ള പണികളൊക്കെ അണ്ണം പഠിച്ചിട്ടുണ്ട്. എന്തിനു കൂടുതൽ പറയുന്നു, സ്വന്തം തട്ടുകടയുടെ ഫ്ലക്സ് പോലും പുറത്തു കൊടുക്കാതെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് കളഞ്ഞ് നമ്മളാണ്. ദോശയും രസവടയും ഓംപ്ലേറ്റും ചമ്മന്തിയും പപ്പടവും ഒക്കെ ഉള്ളെങ്കിലും എല്ലാം നീറ്റായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഓംപ്ലേറ്റ് ഇടുന്ന പൊടിയാണ്. ഈ പൊടി അണ്ണൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെന്ന് നമ്മളെടുത്ത് പറഞ്ഞു. ഇത് തന്നെയാണ് അവരുടെ സിഗ്നേച്ചർ ഐറ്റവും. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ചിത്ര നഗറിലാണ് ഇവരുടെ കടകളും മറ്റും. രാവിലെ തള്ളിക്കയറി ഇങ്ങോട്ട് വരേണ്ട, വൈകിട്ട് മാത്രമേ ഇവരുടെ കടകളുള്ളൂ. നമ്മൾ അളിയന്മാർ തട്ടുകടയുടെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്. നമ്മുടെ തിരുവനന്തപുരം മേയറിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ? അതെ, തീർച്ചയായും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു കട നടത്തിയത്. തീർച്ചയായും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 8 പേജുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അളിയനും കൂടി ഈ ദോശക്കട തുടങ്ങിയിട്ട് എത്ര ആളായി? നല്ല ഫുഡ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക. 93 കടകളിൽ നമുക്ക് സപ്ലൈ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് തൊട്ട് അളിയൻ കൂടെ ഉണ്ട്. കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കട്ടക്കിരിക്കുകയാണ്. കട്ടക്കിക്കാണ്.